വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്? ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് എടുത്താൽ അതിനകത്ത് ഒരുപാട് വേർഡ്സ് കാണത്തില്ലേ? അതിലെ ഓരോ വേർഡ്സും ഓരോ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ്. സെൻറ്റൻസുകളിൽ ഓരോ വേർഡിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻ അനുസരിച്ചിട്ട് നമ്മളത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 8 മെയിൻ പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഇനി ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നോക്കാം. നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇന്റർജെക്ഷൻ. ഇങ്ങനെ 8 മെയിൻ കാറ്റഗറീസ് പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ നൗൺ ഈസ് എ നെയിം ഓഫ് പ്ലേസ്, പേഴ്സൺ, തിങ് ഓർ ഐഡിയാസ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നൗണിനകത്ത് വരുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം. ജൂലി ഈസ് എ സ്മാർട്ട് ഗേൾ. ഇതിനകത്ത് ജൂലി എന്ന് പറയുന്നത് നെയിം ഓഫ് എ പേഴ്സൺ, അപ്പോൾ അതൊരു നൗണാണ്. ദിസ് ഇസ് മൈ കാർ. ഇതിനകത്ത് ഒരു തിങ് ഉണ്ട്, അപ്പോൾ നെയിം ഓഫ് എ തിങ്, കാർ. കാർ എന്ന് പറയുന്നത് ഒരു നൗണാണ്. അപ്പോൾ ജൂലി, കാർ, ഇന്ത്യ, കൺട്രി, ദെൻ ആനിമൽ, കാംഗറോ, ദെൻ സാഡ്, ലവ്, അതെല്ലാം ഫീലിങ്സിൽ വരുന്നത് അത് നൗണാണ്. അപ്പോൾ നൗൺ എന്ന് പറയുന്നതിനെ നമുക്ക് ഈസി ആയിട്ട് പറയാം, നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നൗണിനെ പറ്റി പറയില്ല. ഇവിടെ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. പിന്നെ ഈ ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ പാർട്സ് ഓഫ് സ്പീച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. നൗണിനെ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ നൗൺ ആൻഡ് കോമൺ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് നെയിം പറയുക. ഫോർ എക്സാമ്പിൾ ജൂലി. ജൂലി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. ഗേൾ, ഗേൾ എന്ന് പറയുന്ന ഒരു കോമൺ നൗൺ ആണ്. അതിനകത്ത് ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ പേരില്ല. അതേപോലെ ആനിമൽ, ആനിമൽ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ. അതേസമയം കാംഗറോ, കാംഗറോ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ. കൺട്രി, കൺട്രി എന്തായിരിക്കും? കൺട്രി ഓഫ് കോഴ്സ് കോമൺ നൗൺ. അതിൻ്റെ ഒരു പ്രോപ്പർ നൗൺ എന്തായിരിക്കും? ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിന് പറയുന്നതാണ് ഇന്ത്യ. കൺട്രി എന്ന് പറയുന്നത് കോമൺ. സോ കൺട്രി ഈസ് ദ കോമൺ നൗൺ ആൻഡ് ഇന്ത്യ ഈസ് ദ പ്രോപ്പർ നൗൺ. റിവർ, റിവർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? അത് കോമൺ നൗൺ. ഗംഗ, ഗംഗ ഈസ് എ റിവർ. സോ ഗംഗ ഈസ് ദ പ്രോപ്പർ നൗൺ, എ പെർട്ടിക്കുലർ നെയിം ഉണ്ട്. ബുക്ക്, ബുക്ക് ഈസ് ദ കോമൺ നൗൺ. ഹാരി പോട്ടർ, ഹാരി പോട്ടർ ഈസ് ദ നെയിം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ടെക്സ്റ്റ്, ദാറ്റ് പെർട്ടിക്കുലർ ബുക്ക്. സോ അതെന്താണ്? പ്രോപ്പർ നൗൺ. ഇപ്പം നിങ്ങൾക്ക് കോമൺ നൗൺ, പ്രോപ്പർ നൗൺ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അതിൽ 1-2 എക്സാമ്പിൾസ് നോക്കാം. മൈ ഫേവറേറ്റ് സിംഗർ ഈസ് ചിത്ര. അപ്പോൾ ചിത്ര എന്ന് പറയുന്ന നൗൺ അവിടെ പ്രോപ്പർ നൗൺ അല്ലേ? കാരണം ഒരു നെയിമാണ്, നെയിം ഓഫ് എ പേഴ്സൺ, പെർട്ടിക്കുലർ നെയിം ഓഫ് എ പേഴ്സൺ. ഹീ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ ദിസ് സ്കൂൾ. ഇംഗ്ലീഷ്, ആ ഒരു ലാംഗ്വേജ്, ലാംഗ്വേജ് എന്ന് വരികയാണെങ്കിൽ അവിടെ കോമൺ നൗൺ ആവും. പക്ഷെ ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നുണ്ട്, ആ പെർട്ടിക്കുലർ നെയിം പറയുന്നത് കൊണ്ട് ദാറ്റ് ഈസ് എ പ്രോപ്പർ നൗൺ. ഇനി ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കും. ഓരോ സെൻറ്റൻസ് നോക്കുമ്പോഴും അതിനകത്തെ നൗൺ കോമൺ ആണോ പ്രോപ്പർ ആണോ എന്ന് നിങ്ങൾ തന്നെ അണ്ടർലൈൻ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ സെൻറ്റൻസ് എടുക്കുമ്പോഴും നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾസ് പറഞ്ഞു വന്നേ ഉള്ളൂ, കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി വേറെ കുറച്ച് നൗൺസ് ഉണ്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ് ആൻഡ് കളക്റ്റീവ് നൗൺസ്. നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺക്രീറ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ ദ നെയിം ഓഫ് എ തിങ്. നൗൺ എന്ന് പറയുന്ന എല്ലാ നെയിം ഓഫ് തിങ്സ്, ആനിമൽസ്, പ്ലേസ്, എക്സെട്ര എക്സെട്ര ആണല്ലോ. അപ്പോൾ ദിസ് ഇസ് നെയിം ഓഫ് എ തിങ് ദറ്റ് വി ക്യാൻ സീ, ടച്ച് ഫിസിക്കലി. അതായത് ഫിസിക്കലി നമുക്ക് തൊടാനോ കാണാനോ പറ്റുന്ന സംഭവങ്ങളെല്ലാം, ആ സാധനങ്ങളെല്ലാം അതിനെ കോൺക്രീറ്റ് നൗൺ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ടേബിൾ, നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം കോൺക്രീറ്റ് നൗൺസ് ആയിരിക്കും. ടേബിൾ, ചെയർ, നമ്മുടെ ഒരു റൂമിൽ തന്നെ തിരിഞ്ഞു നോക്കൂ എന്തൊക്കെയുണ്ട്, അതെല്ലാം ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഫ്ലവർ, നമുക്ക് അതിൻ്റെ സ്മെല്ല് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഫ്രാഗ്രൻസ് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. ഇതിനെയെല്ലാം പറയുന്നതാണ് കോൺക്രീറ്റ് നൗൺസ്. അപ്പോൾ അബ്സ്ട്രാക്ട് നൗൺസ് എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദ തിങ് വിച്ച് വി കനോട്ട് സീ ഓർ ടച്ച് ഫിസിക്കലി.
ഏതൊരു സാധനത്തിനെയാണോ നമുക്ക് ഫിസിക്കലി തൊടാനോ കാണാനോ പറ്റാത്തത് അതെല്ലാം അബ്സ്ട്രാക്ട് നൗൺസിൻ്റെ കീഴിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ലവ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നമുക്കത് ഉണ്ട് എന്നറിയാം, പക്ഷെ നമുക്കത് തൊടാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതേപോലെ ഹോണസ്റ്റ് എന്ന് പറയുന്നത് സത്യസന്ധത. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ചിലരെല്ലാം ഹോണസ്റ്റി ആയിരിക്കും, പക്ഷെ നമുക്കത് കാണാൻ പറ്റുമോ? നമുക്ക് തൊടാൻ ഫിസിക്കലി നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ആ ടൈപ്പ് വരുന്നതെല്ലാം അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയും. അബ്സ്ട്രാക്ട് നൗൺസിൻ്റെ എക്സാമ്പിൾ, ഹീ ഈസ് ടെല്ലിങ് ദ ട്രൂത്ത്. അവൻ സത്യം മാത്രമാണ് പറയുന്നത്, സത്യം പറയുന്നു. അത് നമുക്കറിയാം സത്യമാണ് പറയുന്നത്, പക്ഷെ നമുക്കത് എടുത്തു കാണിക്കാൻ പറ്റുമോ, ടച്ച് ചെയ്യാൻ പറ്റുമോ? സോ ഹീ ഈസ് ടെല്ലിങ് ദ ട്രൂത്ത്. അതിൽ ട്രൂത്ത് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. ദെൻ സെറ ഈസ് അഫ്രൈഡ് ടു ഗോ ഔട്ട്. സെറ ഈസ് അഫ്രൈഡ് ടു ഗോ ഔട്ട്. സെറയ്ക്ക് പുറത്തു പോകാൻ പേടിയാണ്. പേടി എന്നുള്ളത് ഒരു അവസ്ഥയാണ്, അല്ലേ? അപ്പോൾ ആ അവസ്ഥ നമുക്ക് എടുത്ത് കാണിക്കാനോ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. സോ അഫ്രൈഡ് ഈസ് ദ അബ്സ്ട്രാക്ട് നൗൺ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അബ്സ്ട്രാക്ട് നൗൺ എന്താണ്? നമുക്ക് കാണാനോ കേൾക്കാനോ തൊടാനോ ഒന്നും ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അടുത്തത് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു വേർഡിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടീം. നമ്മൾ പറയും ഇന്ത്യൻ ടീം വിജയിച്ചു. ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അല്ലേ? പക്ഷെ ആ ടീമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? കുറേ മെമ്പേഴ്സ് ചേരുന്നതാണ് ഒരു ടീം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീം. അപ്പോൾ അതൊരു കളക്റ്റീവ് നൗണാണ്. ആർമി, ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഒറ്റ പേരാണ്, പക്ഷേ ആ ഇന്ത്യൻ ആർമിയിൽ എത്ര പേരാണ് ഉള്ളത്? ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഫാമിലി ഒരു ഫാമിലിയാണ്. എൻ്റെ ഫാമിലി, നിൻ്റെ ഫാമിലി, സെറയുടെ ഫാമിലി. പക്ഷെ ആ ഒരു ഫാമിലിയെ പറ്റി പറയും, പക്ഷെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇതിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചിൽ അടുത്ത് വരുന്നത് പ്രോനൗൺസ്. എന്താണ് പ്രോനൗൺ? ഞാനൊരു എക്സാമ്പിൾ പറയാം. സൗമ്യ ഈസ് 10 years old. ഒരു സെന്റൻസ്. അടുത്ത സെന്റൻസ് ഞാൻ പറയുവാണ്, സൗമ്യ ഈസ് ബ്രില്യൻറ്റ്. സൗമ്യ ലവ്സ് ഹെർ മദർ. അപ്പോൾ ഓൾവേസ് നമ്മൾ സൗമ്യ. ഇവിടെ സൗമ്യ ആണല്ലോ നൗൺ. അപ്പോൾ നൗൺ ആ സെയിം നൗൺ, അതായത് പ്രോപ്പർ നൗൺ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. അപ്പോൾ അത് കേൾക്കാൻ ഒരു സുഖമില്ലല്ലോ നമുക്ക്. നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ ഒരു പേര് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അതൊരു സുഖമില്ല കേൾക്കാനായിട്ട്. സോ അതിന് പകരം സൗമ്യ എന്നുള്ളതിന് പകരം ഞാൻ ഈ സെൻറ്റൻസ് എങ്ങനെ പറയുന്നു നോക്കൂ. സൗമ്യ ഈസ് 10 years old. ഷീ ഈസ് ബ്രില്യൻറ്റ്. ഷീ ലവ്സ് ഹെർ മദർ. അപ്പോൾ സൗമ്യയ്ക്ക് പകരം സെക്കൻഡ് സെൻറ്റൻസിൽ ഏതാ യൂസ് ചെയ്യുന്നത്? ഷീ. അപ്പോൾ ഒരു നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺസ് എന്തൊക്കെയായിരിക്കും വരുന്നത്? ഹി, ഷീ, ഇറ്റ്, ദേ, യു, വി, ഇങ്ങനെ കുറേ പ്രോനൗൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻ ആർ ഗോയിങ് ടു പാർക്ക്. ദേ ആർ വെരി എക്സൈറ്റഡ്. അപ്പോൾ സെക്കൻഡ് സെൻറ്റൻസിൽ ദേ വന്നത് പ്രോനൗൺ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ചിൽഡ്രൻ എന്ന നൗണിന് ദേ നമ്മളവിടെ യൂസ് ചെയ്തു. ഇതാണ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? There are 2 types of pronouns, subject pronouns and object pronouns. ഈ 2 പ്രൊനൗൺസിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയും. മേരി റോട്ട് എ ലെറ്റർ. മേരി ഒരു ലെറ്റർ എഴുതി. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? മേരി. ഷീ റോട്ട് എ ലെറ്റർ. അപ്പോൾ മേരിക്ക് പകരം നമ്മൾ ഷീ എഴുതി. അപ്പോൾ ഈ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. സബ്ജക്റ്റ് ആയിട്ട് വരുന്ന പ്രൊനൗണെയാണ് സബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒബ്ജക്റ്റ് പ്രൊനൗൺ വരുന്നതെന്ന് നോക്കാം. ഐ കോൾഡ് സൗമ്യ. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, സൗമ്യയാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഐ കോൾഡ് ഹെർ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊനൗൺ യൂസ് ചെയ്തു ഇൻസ്റ്റെഡ് ഓഫ് സൗമ്യ. സോ ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് പ്രൊനൗൺ. അനദർ എക്സാമ്പിൾ, ചിൽഡ്രൻ ആർ ബിസി. ഈ ചിൽഡ്രന് പകരം നമുക്ക് ഏത് പ്രൊനൗൺ യൂസ് ചെയ്യാൻ പറ്റും? ദേ, അല്ലേ? ദേ ആർ ബിസി. ദേ ആർ ബിസി എന്ന് പറയുമ്പോൾ ദേ എന്ന് പറയുന്നത് അവിടെ സബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് വരും. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഐ സ്കോൾഡ് ചിൽഡ്രൻ. ഐ സ്കോൾഡ് ചിൽഡ്രൻ, ഞാൻ അവരെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ ഒബ്ജക്റ്റ് പ്രൊനൗൺ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ സ്കോൾഡ് ദം. ദം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. ഇങ്ങനെ സബ്ജക്റ്റ് പ്രൊനൗൺസ് ഉണ്ട്, ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ഉണ്ട്. ഒബ്ജക്റ്റ് പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ ഹിം, ഹെർ, ദം, മീ, ഇറ്റ്, അസ്, ഇതെല്ലാം
ഒബ്ജക്റ്റ് പ്രൊനൗൺസ് എന്ന് പറയും. അപ്പോൾ സബ്ജക്റ്റ് പ്രൊനൗൺസിനെയും ഒബ്ജക്റ്റ് പ്രൊനൗൺസിനെയും ചേർത്തിട്ട് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയാം. അടുത്ത് വരുന്ന പ്രൊനൗൺ പൊസസീവ് പ്രൊനൗൺ. നമ്മൾ പൊസഷൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതായത് ഓണർഷിപ്പ്. ഇത് എൻ്റെതാണ്, അത് നിൻ്റെതാണ്, അവരുടേതാണ് എന്നൊക്കെ പറയുന്ന പ്രൊനൗൺസിനെ പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയാം. ദിസ് ഹൗസ് ഇസ് മൈൻ. അവിടെ മൈൻ എന്ന് പറയുന്നതാണ് പ്രൊനൗൺ ആയിട്ട് വരുന്നത്. ഇതിന് പൊസസീവ് പ്രൊനൗൺ ആണ്, അതായത് എൻ്റേതാണ് എന്ന് സൂചിപ്പിക്കുന്നത്. മൈൻ, യേഴ്സ്, ഹേഴ്സ്, ദേഴ്സ്, അങ്ങനെ പൊസസീവ് പ്രൊനൗൺസ് കുറച്ചുണ്ട്. ഇതെല്ലാം ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്ന പ്രൊനൗൺ ആണ്. ദീസ് ഷൂസ് ആർ ഹിസ്. ഇതെല്ലാം കുറച്ച് എക്സാമ്പിൾസ് ആണ്. അടുത്ത പ്രൊനൗൺ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഒന്നിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന ആ വേർഡിനെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ദിസ് ഇസ് മൈ ഷൂസ്. അതിനകത്ത് ദിസ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ്. ദിസ്, ദാറ്റ്, ദോസ്, ദീസ്, ഇതെല്ലാം ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആണ്. പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതിനെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അടുത്ത പ്രൊനൗൺ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്. നമ്മൾ ഒരു നിശ്ചയമല്ലാത്ത കാര്യങ്ങൾ പറയത്തില്ലേ, നിശ്ചയമല്ല, അതായത് ഡെഫിനിറ്റ് അല്ല, ഇൻഡെഫിനിറ്റ് ആണ്. സംവൺ, ആരോ, സംബഡി, ആരോ, സംതിങ്, എന്തോ. ഈസ് ദെയർ എനിബഡി, അവിടെ ആരെങ്കിലും ഉണ്ടോ, ഒരു ഉറപ്പില്ല, അവിടെ ആരെങ്കിലും ഉണ്ടോ. സംബഡി വിൽ ബി ദെയർ. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. സംതിങ്, സംബഡി, എനിബഡി, എനി ടൈം, സം ടൈം, ഇതെല്ലാം. അടുത്തത് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ്. വാട്ട്, വെയർ, ഹൂ, വെൻ, ഇതെല്ലാം ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആണ്. വാട്ട് ഈസ് യുവർ നെയിം, അതിന് വാട്ട് എന്ന് പറയുന്നത് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരാണ് എൻ്റെ ക്ലാസ് കാണുന്നെങ്കിൽ പഴയ ക്ലാസ്സുകൾ പോയി കാണണം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വരുന്നവരെ ബൈ ബൈ.